നിങ്ങളത്തെ വൈകിട്ട് കുറച്ചു നേരമായോ? പിന്നെ ഇപ്പൊ സാധനം തീർന്നിട്ടുണ്ടാവും. ഇന്ന് തീർക്കേണ്ട വീടായിരുന്നു, അതാ വൈകിയത്. കള്ളിന് ആവശ്യക്കാർ കുറഞ്ഞു വരിക. എല്ലാരും വിദേശ മദ്യത്തിന്റെ പുറകെയാ. അല്ലെങ്കിൽ നാടൻ സാധനങ്ങൾ ആർക്കും വേണ്ടല്ലോ. ഇപ്പൊ ഷാപ്പിൽ വിളമ്പുന്നത് ഫാക്ടറി കള്ളല്ലേ. നമ്മളെ പോലെ ചെത്തുകൾ കൊടുക്കുന്ന ഒരു കുറവാ. ഇനി നമുക്ക് ബോർഡ് ഓർഗാനിക് കള്ള് ഷാപ്പ് എന്നാക്കിയാലോ? ഇതേരൊന്നും ആയില്ലേ ചേച്ചി? ഇന്ന് മീനിന്റെ മണമൊന്നുമില്ലല്ലോ. എന്താ? അങ്ങാടിയിലേ നല്ല മീൻ വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല കളാണല്ലോ ഇന്ന്. നാളെ അവിടെ വെഞ്ചരിപ്പല്ലേ? ആഹാ, എല്ലാരും നേരത്തെ എത്തിയല്ലോ. ചേട്ടോ, ഇന്ന് പൊളിക്കണം. അല്ല, ഈ പള്ളിയിൽ അച്ഛന്മാർക്ക് പെണ്ണ് കെട്ടി പിള്ളേരൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? പെണ്ണ് കെട്ടാൻ അനുവാദം ഇല്ലാത്ത അച്ഛന്മാരുണ്ട്, കെട്ടാൻ പറ്റുന്ന അച്ഛന്മാരുണ്ട്. ഇനി കെട്ടിയാലും ഇല്ലേലും എല്ലാവർക്കും കുമ്പസാരിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അല്ലടോ, ബിഷപ്പുമാർക്ക് കുമ്പസരിപ്പിക്കാൻ പറ്റുമോ? ഈയിടെ ഒരു ബിഷപ്പും കുമ്പസരിപ്പിച്ചെന്നാ കേൾക്കുന്നേ, അല്ലടാ? വേറെ ഒരുത്തന്റെ വിശ്വാസങ്ങളെ കുത്തി നോക്കാൻ ഒരു വല്ലാത്ത രസാണല്ലേ. അങ്ങനെയല്ല മത്തയച്ച, പൊതുവായിട്ടങ്ങ് പറഞ്ഞു. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും നാണം കെട്ട പണിയെടുത്ത നാണക്കേട് മൊത്തത്തിലാ. സിദ്ധു നിന്റെ അച്ഛൻ.
അറിഞ്ഞോ വിശ്വനാഥ മുതലാളി മരിച്ചു. ഏതോ പൊട്ടിയ ഭരണിയുടെ കഷത്തിൽ തട്ടി ഉമ്മറത്തെ പടിയിൽ വീണതാ. തല പൊട്ടി അപ്പൊ തന്നെ മരിച്ചു. ഉൾക്കണ്ടാൽ കാണുന്നവൻ കരികണ്ണൻ. അവനെ തകർത്താൽ തമ്പ്രാക്കന്മാർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ വിളിച്ചോളാം, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. CM എപ്പോ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഉച്ച കഴിയും എന്തായാലും. ഇതെന്താണ് ഈ പൊട്ടിയ കഷ്ണങ്ങൾ ഇതുവരെ എടുത്ത് മാറ്റാത്തത്? ഞാൻ വിചാരിച്ചു ഉമ്മറത്തിനൊരു അലങ്കാരമായി. ഈ തട്ടിയ വിശ്വനാഥൻ മുതലാളി വീണ് മരിച്ചത്. മറ്റാരും തട്ടിയുടെ പേർക്ക് മാറ്റണം. ഇതൊരാൾ മരിച്ച വീടാ, മരിച്ച അവിടെ ആദരവും. കണ്ടാക്കെ ചന്ദനമുട്ടി വന്നിട്ടുണ്ട്, ഇറക്കി വെക്കട്ടെ. സൂക്ഷിച്ചിറക്കണം. ഞാൻ അങ്ങോട്ട് വരാം. പോ. ഇവൻ കരിങ്കണ്ണം വേലായുധന് ചിതയ്ക്ക് തീ കൊളുത്തുമ്പോഴേ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവരുടെ തല പൊട്ടി മരിക്കുമെന്ന് പറഞ്ഞു അത്രേ. കരിങ്കണ്ണൻ കണ്ടോ, കൊല തീരുന്നതിന് മുമ്പ് വന്നിരിക്കുക. മുതലാളിയുടെ മരണം ഉറപ്പുവരുത്താൻ. അതെ, നമ്മുടെ സിദ്ധുവിന്റെ ഉള്ളെരിഞ്ഞുള്ള പ്രാക്ക. എനിക്ക് മരിച്ച വീട്ടിലെങ്കിലും പരദൂഷണം പറയാണ്ടിരുന്നു. നീ മുതലാളിനെ കയറി കണ്ടോ? അവിടെ നല്ല തിരക്ക, വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ആ മുതലാളിയെ ബ്രേസറിൽ വെച്ചിരിക്കുക. ബ്രേസറിൽ വെച്ചാലേ ചീഞ്ഞു പോത്തില്ല. അച്ഛന്റെ കരിങ്കണ്ണൻ ദൃഷ്ടികള് മകനും പകർന്നു കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. കാലം എത്ര മാറിയാലും മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇനിയിപ്പോ ഈ നാടിന്റെ നാഥൻ അജയൻ മുതലാളിയ. ഒരു കണക്കിന് ആ സിദ്ധാർത്ഥന്റെ പ്രാക്ക് പറ്റിയത് നന്നായി. ഇനിയിപ്പോ ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങ് നടത്താവല്ലോ. അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. സിദ്ധാർത്ഥന്റെ കരിങ്കണ്ണ് തട്ടിയിട്ട അദ്ദേഹം മരണപ്പെട്ടതെന്ന് ആരൊക്കെയോ പറയുന്നു. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഓരോരുത്തർ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളുടെ ഫലം അവരവരും അവർക്കൊപ്പമുള്ളവരും അനുഭവിക്കേണ്ടി വരുന്നു. ഈശ്വര നിശ്ചയം. അമ്മേ, അച്ഛമ്മേ, ഞാനിനി അച്ഛമ്മേന്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോവില്ല. ഉമ്മ ഉമ്മ. ആ ചേച്ചി, അച്ഛൻ മരിച്ചത് കാരണം ബ്ലൗസ് തയ്ച്ചു തരാൻ വൈകിയത്. ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ? സാരില്ല മോളെ, ഒരു ഫാമിലി ഫ്രണ്ട്സിന് വേണ്ടി വാങ്ങിയ സാരിയുടെ മാച്ചിങ് ബ്ലൗസായിരുന്നു. ഞാൻ പിന്നെ വേറൊരു ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മാച്ചിങ്ങിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൻഷൻ. പിന്നെ സിദ്ധാർത്ഥൻ പറയുന്നതൊക്കെ അച്ചട്ടായി ഫലിക്കുന്നത് കേട്ടല്ലോ, ശരിയാണോ?